ചെകുത്താനും കടലിനും നടുക്ക് പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിശക്തരായ കേരള പോലീസിന് ജനമധ്യത്തിൽ നിന്നും കഴിഞ്ഞ വ്യാഴാഴ്ച 4:30 തൊട്ട് കാണാതായ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താനോ പിടികൂടാനോ ആയിട്ടില്ല. എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ടായിട്ടും എല്ലാവർക്കും സുപരിചിതൻ കൂടിയായ മാങ്കൂട്ടം എവിടെ, ആരാണ് ഒളിപ്പിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ മാത്രം ഇന്നും അവശേഷിക്കുകയാണ്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന യുവ MLA കാണാതായിട്ട് 50 മണിക്കൂറുകളാണ് പിന്നിട്ടിരിക്കുന്നത്. വിരിക്കാവുന്ന എല്ലാ വലകളും വിരിച്ചിട്ടും മാങ്കൂട്ടം എവിടെ എന്ന് കണ്ടെത്താൻ ഇതുവരെ കേരള പോലീസിനായിട്ടില്ല. അപ്പോ അത്ര കഴിവ് കെട്ടവരാണോ ഈ കേരളത്തിലെ പോലീസ് എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. കാരണം അദ്ദേഹമാണ് ആഭ്യന്തരത്തിന്റെ തലപ്പത്ത് തൊപ്പിയും അണിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ സകല മതിലുകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിക്കുന്നുണ്ട്. റിസോർട്ടുകളിൽ മുഴുവൻ പോലീസ് തപ്പി നടപ്പാണ്. കോൺഗ്രസ് നേതാക്കളുടെ വീട് കയറി മുറി കയറി പരിശോധിക്കുകയാണ്. പക്ഷെ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം ഈ 50 മണിക്കൂർ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യരുത് എന്നത് CPM-ന്റെ അജണ്ട മാത്രമാണ്. എന്താണ് കാരണം? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരണവിരുദ്ധ വികാരവും സ്വർണ്ണക്കൊള്ളയും ഒക്കെ ചാനലുകൾ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് കത്തി നിൽക്കുകയായിരുന്നു. ബ്രേക്കിംഗ് ന്യൂസുകൾ അത് മാത്രമായി മാറുകയായിരുന്നു. വാസവനും പത്മകുമാറിലേക്കും മാത്രമായിട്ട് ക്യാമറ കണ്ണുകൾ തിരിഞ്ഞു. അവിടെ CPM കടുത്ത പ്രതിസന്ധിയിലായി. അവിടെയാണ് മാങ്കൂട്ടം പറഞ്ഞതുപോലെ ഇരയെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ 50 മണിക്കൂറായിട്ട് 24/7 ഒരേ കാര്യമാണ് ഇന്നത്തെ എല്ലാ ചാനലുകളിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. മാങ്കൂട്ടം വിഷയം മാത്രം. മറ്റെല്ലാ സർക്കാർ വിരുദ്ധ വാർത്തകളും ഒറ്റയടിക്ക് മുങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ ഈ വാർത്തകൾ മാത്രം പോകാൻ പാകത്തിന് ഒരിക്കലും ഈ കേരളത്തിന്റെ പോലീസ് മാങ്കൂട്ടത്തെ പിടിക്കുകയില്ല. കാരണം അവർക്കെന്താണ്, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഹൈജാക്ക് ചെയ്യലാണ് വാർത്താ മാധ്യമങ്ങളെ. മാങ്കൂട്ടം മാത്രം നിറയുമ്പോൾ മറ്റെല്ലാ വാർത്തകളും അതിലില്ലാതായി പോകും. എന്നാൽ വിവാഹിതയാണ് ഈ ഇര എന്ന പെൺകുട്ടി എന്ന വാദത്തെ സാധൂകരിക്കുന്ന ചിത്രവുമായി സന്ദീപ് വാര്യർ തന്നെ നേരിട്ടിറങ്ങിയപ്പോൾ ഇന്നലെ വരെ മാങ്കൂട്ടത്തെ പിച്ചു ചീന്താൻ നിന്ന ധാർമ്മികതയിൽ ഊന്നിയവർ ഒന്ന് പരുങ്ങി എന്ന് തന്നെ പറയാം. അതേസമയം ഇന്ന് ഈ കേസിൽ അതിനിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഇത് പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിന്റെ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കാൻ അന്വേഷണ സംഘം തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഇന്ന് യുവതിയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കും. പുറത്തു വന്ന യുവതിയുടെയും രാഹുലിന്റെയും ശബ്ദമാണ് എന്നത് സ്ഥിരീകരിക്കാനാണ് നീക്കം. എന്നാൽ ഈ വിഷയവുമായി പല ചർച്ചകളും നടന്നിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് കാണാം. 2 ദിവസം കഴിയുന്നു. ഈ 2 ദിവസം മുമ്പ് വ്യാഴാഴ്ച വൈകുന്നേരം 4:30 മണിക്കാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയം 4:30 ആണെങ്കിലും അന്ന് രാവിലെ മുതൽ കേരളത്തിലെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനൊരു വാർത്ത വരുന്നു എന്നതിനുള്ള എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, 4:30 ഈ വാർത്ത പുറത്തു വരുമ്പോൾ നിമിഷങ്ങൾക്കകമാണ് ലൈവിൽ ഒരുപാട് ആളുകളുടെ പ്രതികരണം വരുന്നത്. അത് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ടാണ്. ആരാണ് ഈ പരാതി കൊടുക്കുന്നത്? പെൺകുട്ടി എവിടെയാണ് പരാതി കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചതിന് ശേഷമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവുക, ഇടിച്ചു കയറി പോയിട്ടല്ല. അപ്പോൾ പോലീസിനും അറിയേണ്ടവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, പല മാധ്യമങ്ങൾക്കും അറിയാമായിരുന്നു ഇങ്ങനൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുള്ളത്. പക്ഷേ 4:30 മണിക്ക് ഈ പരാതി കൊടുത്ത് 15 മിനിറ്റിനകം രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. ഒരു സാധാരണ ബുദ്ധിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഇത്രയും ക്ലോസായി രാഹുൽ മാങ്കൂട്ടത്തിനെയും ബാക്കിയുള്ളവരെയും ഫോളോ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഫോളോ ചെയ്തില്ല? അതൊരു ലളിതമായ സംശയമാണ്. വളരെ നിഷ്പ്രയാസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കക്ഷി, രായ്ക്ക് രാമാനം 4:30 വരെ സജീവമായി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലുണ്ടായിരുന്ന ഒരു കക്ഷി രായ്ക്ക് രാമാനം മുങ്ങുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 48 മണിക്കൂറായി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് മുമ്പോട്ട് നീങ്ങാൻ പോകുന്നു? ഇപ്പോൾ 50 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് വൈകിക്കുന്നു എന്നതിൽ മാത്രമേ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ വരുന്ന എതിരഭിപ്രായമുണ്ടല്ലോ, ഈ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പിടിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇതുവരെ എന്തുകൊണ്ടാണ് പരാതി വരാതിരുന്നതെന്നൊക്കെ ഉള്ള വാദങ്ങൾ വരുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആർക്കാണ് പ്രയോജനം എന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 48 മണിക്കൂറായി കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം തെരഞ്ഞെടുപ്പ് കാലം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റുള്ള വിഷയങ്ങളെല്ലാം തൽക്കാലത്തേക്ക് അപ്രസക്തമായിരിക്കുന്നു. ഇന്ന് 3-ാം ദിവസമാണ് കേരളത്തിലെ ചാനലുകൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. 7 മണിക്കും 8 മണിക്കും 9 മണിക്കുമൊക്കെ പ്രധാന വാർത്തകളിലെല്ലാം